എല്ലാവരും ഉറങ്ങുന്ന സമയം. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ, മഹിമകൾ തിങ്ങും ഇഹവരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മരിച്ചു പഠിക്കേ പാനിടമേ ദിവദൂതരെ നാഥനെ വാഴ്ത്തിടുവിൻ. അമ്പരമേ ജയസഞ്ജയമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഉന്നത ശക്തികളെ നാഥനെ വാഴ്ത്തിടുവിൻ. പകലവനെ വിൺപനിമതിലെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹവരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഉന്നത ശക്തികളെ വരും നാഥനെ വാഴ്ത്തിടുവിൻ. പകലവനെ വിൺപനിമതിലെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. പോരാ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. മിന്നും താരസമൂഹമേ നാഥനെ വാഴ്ത്തിടുവിൻ. മഞ്ഞും മഴയും ആയുധനും നിത്യം പാടി പുകഴ്ത്തിടുവിൻ. തീയും ചൂടും ശൈത്യവുമേ നാഥനെ വാഴ്ത്തിടുവിൻ. ഹിമഗണമേ കാർമേഘവുമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഇരുളും പ്രഭയും രാപകലും നാഥനെ വാഴ്ത്തിടുവിൻ. ഇടിയും മിന്നൽ മിന്നലുകളും നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഭൂവും സകല ചരാചരവും നാഥനെ വാഴ്ത്തിടുവിൻ. കുന്നുകൾ താഴ്വര സമതലവും നിത്യം പാടി പുകഴ്ത്തിടുവിൻ. പക്ഷിമൃഗാദികൾ കരുനിരകൾ നാഥനെ വാഴ്ത്തിടുവിൻ. നരകുലമേ ജനപദമഖിലഭൂമി നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹവരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹവരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദി ഹല്ലേലൂയ കർത്താവേ പിതാക്കന്മാരുടെ ദൈവമേ വാഴ്ത്തപ്പെട്ടവനാണ് അന്നും എന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. അങ്ങയുടെ മഹത്വപൂർണമായ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അതെക്കാലവും എല്ലാറ്റിനും ഉപരി മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. കെരൂബുകളുടെ മേലിരുന്ന അഗാധങ്ങളെ വീക്ഷിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നേക്കും സ്തുതിക്കപ്പെടുകയും അത്യധികം വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. രാജകീയ
സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങെന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം ഉന്നതനായിരിക്കുകയും ചെയ്യട്ടെ. ആകാശവിധാനത്തിൽ വാഴ്ത്തപ്പെട്ടവനാണ്. അനന്തമായ സ്തുതിക്കും മഹിമയ്ക്കും അർഹനാണ്. കർത്താവിന്റെ സൃഷ്ടികളെ വാഴ്ത്തുവിൻ, അവിടുത്തേക്ക് സ്തുതി പാടുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ പുകഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. കർത്താവിന്റെ ദൂതന്മാരെ അവിടുത്തെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. ഇനി നിങ്ങൾ പറയുന്നത് നിങ്ങൾ പ്രതിവചനമായിട്ട് കർത്താവിനെ വാഴ്ത്തുവിൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ എന്ന് പറഞ്ഞാൽ മതി. എന്ത് പറയും? ആകാശത്തിന് മുകളിലുള്ള ജലസഞ്ചയമേ, ആധിപത്യങ്ങളെ, സൂര്യനും ചന്ദ്രനും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ, മഴയെ മഞ്ഞേ, കാറ്റുകളെ, ചൂടേ, ഹേമന്തത്തിലെ ശൈത്യമേ. നമ്മളിത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം ലോക ജനതക്ക് മുഴുവനും നൽകുകയാണ്. നമ്മള് ദൈവസ്തുതി ആരാധനയിൽ ജീവിച്ചാൽ, നമ്മളിത് പറഞ്ഞ് പാടി സ്തുതിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇത് തമാശ പറയല്ല, കാര്യമായിട്ട് പറയാണ്, ഗൗരവമായിട്ട് പറയാണ്. നമ്മള് പ്രകൃതി പോലും നമുക്ക് ഇണങ്ങിച്ചേരും. ഹല്ലേലൂയ. നമ്മളിത് പറയുമ്പോ ആധിപത്യങ്ങളെ എന്ന് പറഞ്ഞാൽ എല്ലാ ആധിപത്യങ്ങളും കർത്താവിന് കീഴ്പ്പെടും. അവര് നമ്മളെ ഉപദ്രവിക്കില്ല. ഹല്ലേലൂയ. മനസ്സിലാണ്ടോ? നമ്മളിത് ഏതൊക്കെ നമ്മൾ പ്രവചിക്കുക, നമ്മളെല്ലാ കാലഘട്ടങ്ങളോടും എല്ലാ വ്യക്തികളോടും നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മൾ പറയണം, നമ്മൾ അവരോട് പറയണം. ഞാൻ ഇന്ന് പറഞ്ഞു കാവൽ ദൂതന്മാരുടെ പ്രത്യേക കാര്യം ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു. കാവൽ ദൂതന്മാരുടെ സഹായം നമുക്ക് വേണം. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരായി മാറുമ്പോൾ, നമുക്ക് ചുറ്റുമുള്ളവര് ദൈവത്തെ ആരാധിക്കുന്നവരായി മാറുമ്പോൾ നമുക്ക് അനുകൂലമായ പല ഘടകങ്ങളുണ്ടാവും. ഹല്ലേലൂയ. നമ്മൾ ദൈവാരാധനയില് ആഭിമുഖ്യം കാണിക്കുന്നവര് ദൈവാരാധനയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ വഴിമാറ്റി വിടുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവര് ആ വിഷയത്തിൽ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആധിപത്യങ്ങളെ കർത്താവിനെ പുകഴ്ത്തുവിൻ, പാടി പുകഴ്ത്തുവിൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ദൂതന്മാരെ, കർത്താവിന്റെ സൃഷ്ടികളെ, ആധിപത്യങ്ങളെ, സൂര്യനും ചന്ദ്രനും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ, മഴയെ മഞ്ഞേ, കാറ്റുകളെ, അഗ്നിയെ ചൂടേ, ഹേമന്തത്തിലെ ശൈത്യമേ, ഹിമഗണങ്ങളെ, മഞ്ഞുകട്ടകളെ, രാവുകളെ, പകലുകളെ, പ്രകാശമേ, അന്ധകാരമേ, മഞ്ഞുകട്ടയെ, ശൈത്യമേ, മൂടൽ മഞ്ഞ്, പൊടിമഞ്ഞ്, മിന്നലുകളെ, മേഘങ്ങളെ, ഭൂമി മുഴുവനുമേ, മലകളെ, കുന്നുകളെ, ഭൂമിയിൽ വളരുന്ന സമസ്ത വസ്തുക്കളും, ഉറവകളെ, നദികളെ, തിമ്മിങ്കലങ്ങളെ, ജലജീവികളെ, ആകാശപ്പറവകളെ, വന്യമൃഗങ്ങളെ, വളർത്തു മൃഗങ്ങളെ, മനുഷ്യ മക്കളെ, ഇസ്രായേലേ, കർത്താവിന്റെ പുരോഹിതരെ, കർത്താവിന്റെ ദാസരെ, ആത്മാക്കളെ, നീതിമാന്മാരുടെ ഛേദസ്സുകളെ, വിശുദ്ധരെ, വിനീത ഹൃദയരെ,
ഹനനിയ, അസറിയ, മിശായേൽ, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. ഈ കൂട്ടായ്മയിലുള്ള സകലരുമേ, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. എന്റെ മാതാപിതാക്കൾ, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. ജീവിത പങ്കാളിയും മക്കളും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. എന്റെ സഹോദരരും അവരുടെ കുടുംബങ്ങളും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. എന്റെ പൂർവികരുടെ ആത്മാക്കളെ, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. എന്റെ സുഹൃത്തുക്കളെ, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി എന്റെ പുകഴ്ത്തുവീൻ. അധികാരികളെ, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ എന്റെ പാടി പുകഴ്ത്തുവീൻ. സഹപ്രവർത്തകരെ, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി എന്റെ പുകഴ്ത്തുവീൻ. അയൽക്കാരെ, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ എന്റെ പാടി പുകഴ്ത്തുവീൻ. സുഹൃത്തുക്കളും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി ഈ പുകഴ്ത്തുവീൻ. കൂട്ടായ്മയിലുള്ള എല്ലാവരും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. തിരുസഭ മുഴുവനും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. വിശുദ്ധ മെത്രാന്മാരുടെ സമൂഹം മുഴുവനും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. മാർപ്പാപ്പയും കർദിനാൾമാരും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. എല്ലാ സന്യസ്തരും സമർപ്പിതരും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. എല്ലാ ദൈവ ശുശ്രൂഷകരും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. എല്ലാ ആത്മായ പ്രേക്ഷിതരും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി എല്ലാ പുകഴ്ത്തുവീൻ. വചന പ്രഘോഷകരും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. എല്ലാ പ്രേക്ഷിതരും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി എല്ലാ പുകഴ്ത്തുവീൻ. മിഷൻ ശുശ്രൂഷകരും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. എല്ലാ അനാഥരും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി എല്ലാ പുകഴ്ത്തുവീൻ. രോഗികളും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. സാമ്പത്തിക തകർച്ചയിൽ നിൽക്കുന്നവരും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. ദാരിദ്ര്യത്തിൽ കഴിയുന്നവരും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. ഭയമില്ലാതെ കഴിയുന്നവരും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. തകർന്നുപോയ കുടുംബങ്ങളും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. തകർന്നുപോയ ബന്ധങ്ങളും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. ഞങ്ങളുടെ മക്കളും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ ഞങ്ങളുടെ പാടി മരുമക്കളും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി വരാനിരിക്കുന്ന പുകഴ്ത്തുവീൻ. തലമുറകളും, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. വരുമാന മാർഗങ്ങൾ, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. ജോലി മേഖലകൾ, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. ശുശ്രൂഷ ഇടങ്ങൾ, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. കൂട്ടായ്മക്കായി തുറന്ന ഭവനങ്ങളെല്ലാം, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. കാവൽ ദൂതന്മാര്, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. കാരണമായിരിക്കുന്ന വിശുദ്ധര്, കർത്താവിനെ വാഴ്ത്തുവീൻ, അവിടുത്തെ പാടി പുകഴ്ത്തുവീൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. നബൂഖദ്നേസർ പരിഭ്രമിച്ച് പിടഞ്ഞെഴുന്നേറ്റു. തന്റെ ഉപദേശകന്മാരോട് അവൻ ചോദിച്ചു, 3 പേരെയല്ലേ നാം ബന്ധിച്ച് തീയിലെറിഞ്ഞത്? അതേ രാജാവേ, അവർ പറഞ്ഞു. രാജാവ് പറഞ്ഞു, എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ 4 പേർ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു ഉപദ്രവവും ഏറ്റിട്ടില്ല. 4-മത്തവൻ കാഴ്ചയിൽ ദൈവകുമാരനെ പോലെ ഇരിക്കുന്നു. ജ്വലിക്കുന്ന തീച്ചൂളയുടെ വാതിൽക്കലെത്തി നബൂഖദ്നേസർ പറഞ്ഞു, ശദ്രാഖ്, മെശാഖ്, അബദ്നെഗോ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ നിങ്ങൾ പുറത്തു വരുവിൻ. അവർ അഗ്നിയിൽ നിന്ന് പുറത്തു വന്നു. പ്രധാന ദേശാധിപന്മാരും സ്ഥാനപതികളും നാടുവാഴികളും രാജാവിന്റെ ഉപദേശകരും വന്നുകൂടുകയും ആ 3 മേൽ അഗ്നിക്ക് ഒരു ശക്തിയും ഉണ്ടായിരുന്നില്ലെന്ന് കാണുകയും ചെയ്തു. അവരുടെ തലമുടി കരിയുകയോ വസ്ത്രത്തിന് കേടുപറ്റുകയോ അവർക്ക് തീയുടെ ഗന്ധം ഏൽക്കുകയോ ചെയ്തില്ല. നബൂഖദ്നേസർ പറഞ്ഞു, ശദ്രാക്കിന്റെയും മെശാക്കിന്റെയും അബദ്നെഗോയുടെയും ദൈവം വാഴ്ത്തപ്പെടട്ടെ. സ്വന്തം ദൈവത്തെ അല്ലാതെ മറ്റൊരു ദേവനെയും ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ സ്വശരീരങ്ങളെ പീഡനത്തിന് വിട്ടുകൊടുക്കുന്നതിനും രാജകൽപ്പനയെ പോലും അവഗണിക്കുന്നതിനും തക്കവിധം തന്നിൽ ആശ്രയിച്ച തന്റെ ദാസന്മാരെ അവിടുന്ന് സ്വന്തം ദൂതനെ അയച്ച് മോചിപ്പിച്ചുവല്ലോ. അതുകൊണ്ട് ഞാനിതാ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. ശദ്രാക്കിന്റെയും മെശാക്കിന്റെയും അബദ്നെഗോയുടെയും ദൈവത്തിനെതിരെ എന്തെങ്കിലും പറയുന്ന ജനതകളെയും ജനപദങ്ങളെയും ഭാഷക്കാരെയും കഷ്ണം കഷ്ണമായി ചിന്തിക്കളയും. അവരുടെ ഭവനങ്ങൾ നിലം പരിച്ചാക്കും. എന്തെന്നാൽ ഈ വിധത്തിൽ രക്ഷിക്കാൻ കഴിവുള്ള വേറൊരു ദേവനില്ല. രാജാവ് ശദ്രാക്കിനെയും മെശാക്കിനെയും അബദ്നെഗോയെയും ബാബിലോൺ പ്രവിശ്യയിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവ് അവരെ എവിടെ നിയമിച്ചത്? ഉന്നത സ്ഥാനങ്ങളിൽ അവരെ നിയമിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കണം, ഇത് സ്വർഗത്തിന്റെ അടയാളമാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. നമ്മൾ പലപ്പോഴും
തിരിച്ചറിയാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ചില നൊമ്പരങ്ങൾ, വേദനകളൊക്കെ വരുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിയും. നമ്മൾ ആകെപ്പാടെ കൺഫ്യൂഷനാവും. ഉറപ്പായോ, പ്രശ്നമായോ? നമ്മൾ മനുഷ്യരാണ്. നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. എന്നാൽ ദൈവം ചെയ്യും. ദൈവത്തെ ഉപേക്ഷിക്കാത്തവരെ, ദൈവവിശ്വാസത്തിൽ, അവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവര് ഇരുന്നുള്ളൂ. ഉറച്ചു നിൽക്കുന്നവര് അവര് കർത്താവ് ഉയർത്തി. ആരാണോ നിന്നെ ദ്രോഹിച്ചത്, ആരാണോ നിനക്കെതിരെ സംസാരിച്ചത്, ആരാണോ നിന്നെ തള്ളിപ്പറഞ്ഞത്, ഒറ്റുകൊടുത്തത്, പരദൂഷണം പറയുന്നത്, അവര് തിരിച്ചറിയും. ഒരു കാലത്തില് ഇവിടെ രാജാവ് തന്നെ അവരെ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി. വലതുകര സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുക. ഇത് സംഭവിക്കാൻ പോവാണ്. ഇത് സംഭവിക്കുക. അത് സംഭവിക്കും. നമ്മൾ വിശ്വസിച്ചേ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നവർക്ക് ദൈവം കൊടുക്കുന്ന മറുപടി ഇതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ ചിലർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അവര് നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും, സംസാരിച്ച് കാണും, പ്രവർത്തിച്ച് കാണും. അവരെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പരിഹസിച്ചവരുണ്ടാകും, നിന്ദിച്ചവരുണ്ടാകും, തള്ളി പറഞ്ഞവരുണ്ടാകും, സഹായിക്കാത്തവരുണ്ടാകാം, മാറി നിന്നവരുണ്ടാകാം, മിണ്ടാതെ പോയവരുണ്ടാകാം, കണ്ടിട്ടും കണ്ടില്ലാന്ന് മട്ടില്ലെന്ന് അടിക്കുന്നവരുണ്ടാകാം. അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവെ അനുഗ്രഹിക്കണേ, കർത്താവെ ഏറ്റെടുക്കണേ, കർത്താവെ ഈശോയെ ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, അവരുടെ വരുമാന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ കർത്താവെ. എന്നെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് എന്നെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കണമേ. മക്കളെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് സ്പെഷ്യൽ ടോക്കൺ എന്തെങ്കിലും പ്രാർത്ഥിക്കായിരിക്കും. നിങ്ങൾക്കും കൂടെ ചേർന്ന് കരം ഉയർത്തി തന്നെ പ്രാർത്ഥിക്കും. കൈ ഉണ്ടല്ലോ അല്ലേ? കൈ ഉണ്ടോ? ആ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. കൈ ഇപ്പൊ വായിക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. കാരണം ഇതൊരു വളമാണ്. ഇത് തുഴയുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് തുഴയണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആ വ്യക്തികളെല്ലാവരും കണ്ടേ, മുന്നിൽ കണ്ടേ, അവരെയൊക്കെ സ്നേഹത്തോടെ അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ച് കർത്താവെ ഈ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ. കർത്താവെ ഈശോയെ എന്നെ വേദനിപ്പിച്ചവരാ, മുമ്പരപ്പെടുത്തിയവരാ, ഞാനവരെ ശപിച്ചിട്ടുണ്ട്, പഴിച്ചിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജോബ് എന്നെ കുറ്റപ്പെടുത്തിയ തൻ്റെ സ്നേഹിതന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് നഷ്ടമായതെല്ലാം ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു. കർത്താവെ ഇതാ എനിക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടല്ല കർത്താവെ, എന്നാലും ഞാൻ അവരോട് ക്ഷമിച്ചു എന്നുള്ളതിൻ്റെ അടയാളമായി, ആ വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായി, ക്രിസ്തു എൻ്റെ ഗുരുവാണെന്നുള്ളത് കൊണ്ട് ഇതാ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവൻ്റെ ആത്മാവിനെ നേടാൻ എന്നെ വഞ്ചിച്ച, വേദനിപ്പിച്ച, സങ്കടപ്പെടുത്തിയ, കുറ്റപ്പെടുത്തിയ, ഒറ്റപ്പെടുത്തിയ, തള്ളിപ്പറഞ്ഞ് എനിക്ക് പിന്നിൽ നിന്ന് സംസാരിച്ച് മാറി നിന്ന് കുറ്റപ്പെടുത്തിയവരെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിഹസിച്ച് ചിരിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഞാൻ യേശു ക്രിസ്തുവിന്റെ അനുചരനാണ്. ഞാൻ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനാണ്. ഇതാ അവനെ പോലെ ഞാനും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. അവരെ അനുഗ്രഹിക്കണം. കര ഉയർത്താൻ പറ്റാത്ത വിധത്തിൽ കൈ ഭാരപ്പെടുന്നുണ്ട്, വേദനിക്കുന്നവരുണ്ട്. അറിയാം, പറ്റാത്തതിന്റെ കാരണം നിങ്ങൾക്ക് അനുഗ്രഹിക്കാനുണ്ട്, പലരെ അനുഗ്രഹിക്കാനുണ്ട്. നിങ്ങളുടെ കര ഉയർന്നു നിൽക്കുന്നില്ല, കൈക്ക് വലിയ ഭാരം തോന്നുന്നവരുണ്ടെങ്കിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വിടുത്തല്ല, ആ ഡെലിവറൻസ് ഉണ്ടാക്കട്ടെ. നിങ്ങളുടെ കരം അനുഗ്രഹിക്കാൻ കരം ഉയരുന്നില്ലെങ്കിൽ 2 മിനിറ്റ് നേരം ഈ കരം ഉയർത്തി പോക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളുടെ കരങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം there is somebody to be blessed. അനുഗ്രഹിക്കണമേ കർത്താവേ, ഏറ്റെടുക്കണമേ കർത്താവേ. ഈശോയെ ജീവിതകാലം മുഴുവൻ എന്നെ പുറകോട്ട് വലിച്ച വ്യക്തികളെ, ഞാൻ വീടാൻ കുഴി കുഴിച്ചവരെ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഏറ്റെടുക്കണമേ കർത്താവെ. ആ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. പിതാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കുടക്കീഴിലെന്നപ്പോ വിശത്തുള്ളി വീഴാതെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ വർഷം ആരംഭിക്കാം. ദൈവപിതാവിനെ ആരാധിച്ച് നമ്മൾ ആരംഭിച്ചു. ഇനി നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത് ഈശോയെ. പക്ഷെ അമ്മയുടെ സഹായം വേണം. അമ്മയുടെ സഹായത്തോടു കൂടെ വേണം നമുക്ക് നാലാമത്തെ ഗാനം, പാട്ട് ഷീറ്റിലെ നാലാമത്തെ ഗാനം. ആദ്യത്തെ പാട്ടാണ്, പക്ഷെ 4 കുടക്കീഴിലെന്നപ്പോൾ വിശത്തുള്ളി വീഴാതെ. ഉറക്കം വരുന്നവർക്ക് പറ്റിയ പാട്ടായിരുന്നു. ഉറങ്ങത്തില്ല, കാരണം നല്ല പാട്ടാണ്. ലീഫ്ലെറ്റ് എടുത്ത് ഷീറ്റ് എടുത്ത് നമുക്ക് പാടിയ കുടക്കീഴിലെന്നപ്പോൾ വിശത്തുള്ളി വീഴാതെ, കൂടാരമെന്നപ്പോൾ പാവക്കാറ്റേശാതെ, തണൽ മരമെന്നപ്പോ വെയിലേറ്റുവാടാതെ, മഴ നിലാവെന്നപ്പോ മനം മടുത്തിടാതെ, മറിയമെൻ ആശ്രയം മരുവിൻ സ്വാന്തനം, മറിയമെൻ ആശ്രയം മരുവിൻ സ്വാന്തനം. കുടക്കീഴിലെന്നപ്പോൾ പോയി കുടക്കീഴിലെന്നപ്പോൾ വിശത്തുള്ളി വീഴാതെ, കൂടാരമെന്നപ്പോൾ പാവക്കാറ്റേശാതെ, തണൽ മരമെന്നപ്പോൾ വെയിലേറ്റുവാടാതെ, മഴ നിലാവെന്നപ്പോൾ മനം മടുത്തിടാതെ, മറിയമെൻ ആശ്രയം മരുവിൻ സ്വാന്തനം, മറിയമെൻ ആശ്രയം മരുവിൻ സ്വാന്തനം. കുടക്കീഴിലെന്നപ്പോൾ വിശത്തുള്ളി വീഴാതെ, കൂടാരമെന്നപ്പോൾ പാവക്കാറ്റേശാതെ, തണൽ മരമെന്നപ്പോൾ വെയിലേറ്റുവാടാതെ, മഴ നിലാവെന്നപ്പോൾ മനം മടുത്തിടാതെ, മറിയമെൻ ആശ്രയം മരുവിൻ സ്വാന്തനം, മറിയമെൻ ആശ്രയം മരുവിൻ സ്വാന്തനം. കാരിരുമ്പു തോൽക്കും കനിവേ, കാനായിലെ പ്രിയ മധ്യസ്ഥേ, കാരിരുമ്പു തോൽക്കും കനിവേ, കാനായിലെ പ്രിയ മധ്യസ്ഥേ, കന്യാവ്രതയായ മാതേ, കാവലാം കാരുണ്യ വിളക്കേ, ക്രിസ്ത്യാനിക്കവയം നീ, കർമ്മല കുസുമം നീ, ക്രിസ്ത്യാനിക്കവയം നീ, കർമ്മല കുസുമം നീ, കരതാരിൽ നൽകുന്നെന്നെ ഞാൻ അമ്മേ, കരുതലോടെന്നെ കാക്കണമേ, കരതാരിൽ നൽകുന്നെന്നെ ഞാൻ അമ്മേ, കരുതലോടെന്നെ കാക്കണമേ. കുടക്കീഴിലെന്നപ്പോൾ കൂടാരമെന്ന
കാറ്റേശാതെ തണൽ മരമെന്ന പോൽ വെയിലേറ്റുവാടാതെ മഴനിലാവെന്ന പോൽ മനം മടുത്തിടാതെ മറിയമെന്നാശ്രയം മനുവിൻ സ്വാന്തനം മറിയമെന്നാശ്രയം മനുവിൻ സ്വാന്തനം മനുഷ്യനാശ്രയം മനുവിൻ സ്വാന്തനം. മറിയമെന്നാശ്രയം മരുവിൻ സ്വാന്തനം. ഹല്ലേലൂയ, ഹാപ്പി ന്യൂ ഇയർ, പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് ഹാപ്പി ന്യൂ ഇയർ പറയാൻ എന്നെ വിളിക്കരുത്. ആവേശം മുതലിട്ട് മെസ്സേജൊക്കെ തരാറുണ്ട്. ഇന്ന് 8 മണി കഴിയണേ ഫ്രീ ആക്കില്ല. ഇന്ന് വൈകുന്നേരം 8 മണി വരെ ഈ അതായത് 8 മണിക്ക് ഞങ്ങൾ തുടങ്ങി. ഇനി രാത്രി 8 മണി വരെ 8:30 വരെ ഇവിടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് രക്ഷാകര പദ്ധതി മറിയത്തെ മാറ്റിവെച്ച് ചിന്തിക്കാൻ സാധ്യമല്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയം എന്ന വ്യക്തിത്വം ഇല്ലാതെ ഒരു രക്ഷാകര പദ്ധതി ദൈവം വിഭാവനം ചെയ്തിട്ടില്ല. ഉൽപ്പത്തി 3:17. അവളുടെ സന്തതി നിന്റെ തല തകർക്കും. അപ്പൊ അവളാരാ? അവളെ ദൈവം വാഗ്ദാനം ചെയ്ത്, ദൈവം തീരുമാനിച്ച്, ദൈവം ചേർത്ത് വെച്ച ദൈവികമായ പദ്ധതിയുടെ ഭാഗമാണ് മറിയം. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. മറിയത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു കളിക്ക് ഞാനില്ല. പ്രൈസ് ദി ലോർഡ്. മറിയമില്ലേ നരകമുണ്ട്, മറിയമുണ്ട് നരകമില്ല. പരിശുദ്ധ കന്യാമറിയം നമ്മൾ തിരിച്ചറിയാം. പരിശുദ്ധ കന്യാമറിയം സ്വർഗത്തിന്റെ വാതിലാണ് എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിന്റെ വാതിലാന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കെട്ടിടം ഉണ്ടാക്കി വെച്ചു. ആ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ എന്ത് വേണം? അതിൽ വേണം, ഒരു വാതിൽ വേണം. ആ സ്വർഗത്തിന്റെ ആകാശമോക്ഷത്തിന്റെ വാതിലാണ് മറിയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാതിൽ, ആ സ്വർഗീയമായ വാതിലേക്ക് പ്രവേശിക്കാൻ അവളെ കൂടിയേ തീരൂ. ആ വാതില് അടഞ്ഞിരിക്കുന്ന വാതിലല്ല, തുറന്നിരിക്കുന്ന വാതിലാണ്. നമ്മളിത് തിരിച്ചറിയണം. ദൈവം തുറന്ന വാതിലാണ് മറിയം. പ്രിയപ്പെട്ടവരെ, എന്താ ഈ വാതിലിന്റെ പ്രത്യേകത? നിങ്ങൾ ഉൽപ്പത്തിയിലേക്ക് പോയി ധ്യാനിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്, ഉൽപ്പത്തിയില് ലൈറ്റ് ഓഫ് ചെയ്ത നല്ല സുഖമുണ്ടല്ലേ? ആ പറയാൻ തോന്നുന്നു. അതുകൊണ്ട് ലൈറ്റ് ശ്രീനിവാസന്റെ സിനിമ പോലെയാണ്. കഥ, തരക്കഥ, സംഭാഷണം, അഭിനയം അതെല്ലാം നമ്മൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം ഇതാണ്. ശ്രദ്ധിക്കണേ, ദൈവം, ഇത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം. ഒരു ഭർത്താവിന്റെ കടമ കൂടെ, അല്ലെങ്കിൽ ഒരു അപ്പന്റെ കടമ, ഒരു ഭാര്യയുടെ കടമ നിങ്ങൾ ശ്രദ്ധിക്കണം. സാത്താൻ പറ്റിച്ചത് ആരെയാണ്? നമ്മൾ ആദ്യ വെള്ളിയാഴ്ചത്തെ മെസ്സേജ് ആണ് ഇത്. പക്ഷെ ഞാൻ ഇതിപ്പോ പറയുക, കാരണം ഇവര് രാത്രി പോകും, പകല് പോകും, അത് കഴിഞ്ഞിട്ട് അടുത്ത സെഷൻ വരും. നിങ്ങൾ ഫുള്ളുണ്ടാവില്ല, നോക്കില്ല. പ്രൈസല്ലോ, ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഉറക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പാടില്ല. അപ്പോ എന്നാന്നറിയോ, നിങ്ങൾ തിരിച്ചറിയണേ, പിശാച് സർപ്പം ഹവ്വായെ പറ്റിച്ചു എന്നുള്ള ശരിയാണ് അല്ലേ? ആദം കിളച്ച് മറിച്ചിട്ട്, പുള്ളി തോട്ടത്തിലായിരുന്നു, പുള്ളി കിളച്ച് മറിച്ച് വീട്ടിൽ വന്നപ്പോ വേദിക്കണം ഹവ്വ തടിക്കുകയും കൊടുത്തിട്ട് അവൾ പറയാതെ മനുഷ്യക്ക് തന്നെ എന്നാ
ഈ ആപ്പിൾ കണ്ടു, ആ കണ്ടു, ഇത് മറ്റേ നടുവിലേക്കുള്ള ആപ്പിളല്ലേ, ഇത് ദൈവം വിലക്കിയ ആപ്പിളല്ലേ? അതെ, ദൈവം വിലക്കി. പക്ഷെ അത് കഴിക്കാൻ ഒരു സർപ്പം വന്നതിനോട് പറഞ്ഞു, ഞാനത് കഴിച്ചു, ദൈവത്തെ പോലെ ആവുമെന്ന് പറഞ്ഞു. ഈ പുരുഷന്മാരൊക്കെ ഭർത്താക്കന്മാരൊക്കെ മണ്ടന്മാരാണെന്ന് തെളിയിക്കണം. ഒന്നാമത്തെ മണ്ടൻ ആദം. എടി, നീ ഇത് കഴിച്ചിട്ട് നീ ദൈവത്തെ പോലെ ആയോ? ചോദിക്കാമല്ലോ. മണ്ടൻ ഭർത്താക്കന്മാര് ചിന്തിക്കണം. ഹവ്വ പറയുകയാണ്, ഇത് കഴിച്ച ദൈവത്തെ പോലെ ആകുമെന്ന് ആ പാണ്ടിക്കാരൻ പറഞ്ഞു. ഇത് പറിച്ച് കഴിച്ചിട്ട് നിക്കണേ, ഇവള് ദൈവത്തെ പോലെയാണ് നിക്കണേ. ആണോ? അല്ല, മണ്ടനല്ലേ? അവനും വാങ്ങിച്ചു കഴിച്ചു. ഇത് കഴിച്ച ദൈവത്തെ പോലെ ആകുമെന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ആര് കഴിച്ചത്? അവള് കഴിച്ചത്. അവള് ദൈവത്തെ പോലെ ആയില്ല. അവള് ഈ മണ്ടത്തരം ആരോട് പറയാ? ആദത്തോട് പറയാ. ആദം മണ്ടൻ. എന്റെ ആദം പിതാവേ, എന്നോട് ക്ഷമിച്ചേക്കണം, ഇതുള്ള കാര്യം പച്ചയായിട്ട് പറഞ്ഞാലല്ലേ. പുള്ളി പറയാം, കുഴപ്പമില്ലടാ, വലിയ സത്യമാണ്. മണ്ടത്തരം കാണിച്ചു. അത് അവനും വാങ്ങിച്ചു കഴിച്ചു. എന്നാ ആദ്യം ചിന്തിക്കണ്ടേ, നീ ദൈവത്തെ പോലെ ആയോ? ഇല്ല. അപ്പൊ ഇത് കഴിച്ച ദൈവത്തെ പോലെ ആകത്തില്ല എന്ന് മനസ്സിലായി. ഇനി എന്താ അടുത്ത നടപടി? എന്താ? ചെല്ലുക. ആരുടെ അടുക്കലേക്ക് ചെല്ലുക? ആരുടെ അടുത്ത് ചെല്ലുക? അടുത്ത നടപടി എന്താന്ന് പറയുന്നത്? ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുക. അബ്വാമിനെ ഒരാൾ പറ്റിച്ചു. കർത്താവെ, ശാരോണിനെ ഒരാൾ പറ്റിച്ചു, ഉറങ്ങിയ ദൈവത്തെ പോലെ ആയില്ല. ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കണ്ണു തുറന്നിരിക്കണേ, ഞാൻ പൊക്കും. അപ്പോ ഞാൻ നോക്കും. എന്റെ ഭാര്യ ഒരാൾ പറ്റിച്ചു, മുക്കുവണ്ടം കൊടുത്തു, പറ്റിച്ചു എന്ന് പറഞ്ഞ ഒരു കേസ് ഫയൽ ചെയ്ത് അല്ലെങ്കിൽ മാപ്പ് ചോദിച്ച് അവളെ രക്ഷിക്കുക എന്ന ധർമ്മമായിരുന്നു ആദത്തിനുണ്ടായിരുന്നത്. ഇല്ലേ? ആദം ചെയ്തോ? പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും ഒരു കുറവ്, സഭയിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, കൂട്ടായ്മയിലാകട്ടെ, സ്ഥാപനത്തിലാകട്ടെ, ആരുടെയെങ്കിലും മേലാകട്ടെ, ഇതറിഞ്ഞാൽ കേട്ടാൽ ഉടനെ ചെയ്യേണ്ടത് ആ വ്യക്തിയെ വിളിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുപോയി രമ്യതയിലാക്കുക. നാടൊട്ടുക്കും പറഞ്ഞു നടക്കണമല്ല, കുറ്റപ്പെടുത്തുന്നതല്ല, ഒറ്റപ്പെടുത്തുന്നത് ഒറ്റിക്കൊടുക്കുന്നതുമല്ല സ്വർഗീയമായ മാർഗം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം ചെയ്യേണ്ടിയിരുന്ന ആദ്യത്തെ കാര്യം ഇതാ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചോ? ചുമ്മാ ഒന്ന് ചിന്തിക്കുക. ആദം ദൈവസന്നിധിയിൽ മാപ്പ് പറഞ്ഞ് തന്റെ ഭാര്യ ചെയ്ത മണ്ടത്തരത്തെ ഓർത്തനുതപിച്ച് ഏറ്റുപറഞ്ഞ് അന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടാകത്തില്ലായിരുന്നു, നമ്മൾ അവിടെ ഉണ്ടാകുമായിരുന്നു. സൃഷ്ടിക്രമം മുഴുവനും പൂർത്തിയാകും. അതതിന്റെ പൂർണ്ണതയിൽ സംഭവിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, തിരുത്തപ്പെടാവുന്ന കാര്യങ്ങൾ പലതും, പല കുടുംബങ്ങളിലെ പ്രശ്നങ്ങള് തിരുത്തപ്പെടാവുന്ന, പല ഡിവോഴ്സിലേക്കും പല പ്രശ്നങ്ങളിലേക്കെല്ലാം പോകുന്നതിന്റെ കാരണം തിരുത്തപ്പെടാവുന്നതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല. നമ്മൾ തെറ്റായ റോങ് മാർഗങ്ങൾ അവലംബിക്കുക ചെയ്യുന്ന പലപ്പോഴും നമ്മൾ ചെന്ന് നിൽക്കുന്ന ഏടാകൂടത്തിൽ. ഇത് ഈ ഏടാകൂടം എന്ന് പറയണേ, ഏടാകൂടം അറിയോ? ഏടാകൂടം കണ്ടില്ലേ? ഏടാകൂടം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എന്നത് ഈ ഏടാകൂടം? അബദ്ധമല്ല. ഏടാകൂടം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആപ്പേ പിള്ളേർക്ക് അറിയുള്ളൂ. ആപത്തല്ല. ഏടാകൂടം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഏടാകൂടം കണ്ടിട്ടില്ലല്ലേ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് നമ്മൾ ഈ ഏടാകൂടം എന്ന് പറഞ്ഞു കേട്ടില്ലേ? ഏടാകൂടം എന്ന് പറഞ്ഞാൽ
ഒരു തടി കൊണ്ടുള്ള ഒരു ഒരു പസിലാണ്. അത് ഒരു പ്രത്യേകതരം തടി കൊണ്ട്, ഇപ്പോഴത്തെ ഒന്നുമല്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്ന കളിപ്പാട്ടം പോലത്തെ ഒരു സാധനമാണ്. നമ്മളിപ്പോഴത്തെ ഈ റൂബിക്സ് ക്യൂബ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ക്യൂബ്, അതുപോലെ റൂബിക്സ് ക്യൂബ് എന്ന് പറയുന്ന പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഏടാകൂടങ്ങളുണ്ട്, വലിപ്പമുള്ളതൊക്കെ ഉണ്ട്. ആ ചില ഏടാകൂടത്തിന്റെ ഉള്ളിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ചിലത് കയ്യിലിരിക്കുന്നതാണ്, അത് നമ്മളത് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഊരിക്കഴിഞ്ഞാൽ നമുക്കത് അറിയത്തില്ല ഇത് എങ്ങനെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ഏടാകൂടത്തിന്റെ ഒരു ഉദാഹരണം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നാൽ, കുപ്പിക്കകത്ത് ഒരു കപ്പൽ കണ്ടിട്ടുണ്ട് നിങ്ങൾ, അതുപോലത്തെ അവസ്ഥ ഈ ഏടാകൂടം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് മനസ്സിലായില്ല. പസിലാണ്, നമുക്ക് മനസ്സിലായില്ല ഇതെങ്ങനെ ഇതിൻ്റെ അകത്ത് കയറി ഇല്ലേ, മനസ്സിലാക്കുക. അതുപോലെയുള്ള ചില കാര്യങ്ങൾ ഈ ചില ഏടാകൂടങ്ങളിൽ വെച്ച് നമ്മൾ പെടും. നമുക്കറിയത്തില്ല എങ്ങനെ തിരിച്ചു പോരണം, നമുക്കിതിന്റെ പുറത്തിറങ്ങാനുള്ള വഴി അറിയത്തില്ല, പോംവഴി അറിയില്ല. നമ്മൾ തന്നെ രക്ഷ കണ്ടെത്തും. അങ്ങനെ പലരും രക്ഷ കെട്ടിക്കാൻ പോകും, കൂടോത്രം ചെയ്യാൻ പോകും, പൂജിക്കാൻ പോകും, ചിലര് എന്താ പറയുക ചാത്തൽ സേവക്ക് പോകും, ചിലര് പല രീതിയിലാണ് പോണേ. ചിലർക്ക് ഇതൊന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവർ കള്ളു കുടിക്കാൻ പോകും, അല്ലെങ്കിൽ വേറെ മാർഗങ്ങൾ അന്വേഷിച്ചു പോകും, അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കാൻ പോകും. അതും ഒരു മാർഗമാണ്. ചിലർ ഈ കൊട്ടേഷൻ കൊടുക്കാനുള്ള ടീമിനെ അറിയാത്തതുകൊണ്ട് അവർ ചാത്തൻ സേവക്ക് പോകും, ചാത്തനെ കൊണ്ട് കൂടോത്രം കൊടുത്ത് ഉപദ്രവിക്കാൻ പോകും. ഞാൻ വീണ്ടും പറഞ്ഞു, യേശുവിനെ നന്ദി. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന മാർഗമാണ്, സ്വർഗത്തിന്റെ വാതിലാണ് പരിശുദ്ധ കന്യാമറിയം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പാപം ചെയ്ത മനുഷ്യനെ പടിയടച്ച് പിണ്ടം വെച്ചു. ആദ്യമായിട്ട് പടിയടച്ച് പിണ്ടം വെച്ച ആരെന്നറിയോ? ആരാ? ദൈവമായ കർത്താവാണ് ആദ്യമായിട്ട് പടിയടച്ച് പിണ്ടം വെച്ചത്. ആരെയാണ് വെച്ചത്? അവന്റെ ആദ്യത്തെ സൃഷ്ടികൾ, ദൈവത്തിന്റെ മക്കൾ, ആദ്യത്തെ ഹവ്വായെ ദൈവം പറുദീസയിൽ നിന്ന് പുറത്താക്കി അവൻ പടിയടച്ച് പിണ്ടം വെച്ചു. ശ്രദ്ധിച്ചു കേൾക്കണേ. എന്നിട്ട് എന്നെ ചെയ്യുന്നറിയാവോ? എന്നെ ചെയ്തേ? ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവ് എന്നാത്തിനാ ഇവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് അതിന് ചുറ്റും വേലി കെട്ടി, എന്നിട്ട് കറങ്ങുന്ന വാള് സ്ഥാപിച്ച് അവിടെ ആരെ കാവൽ നിർത്തി? കെരൂബുകളെ കാവൽ നിർത്തി. എന്നാ കാര്യം? ഞാൻ ഇങ്ങനെ ഇന്ന് ആലോചിച്ചു. ഇന്ന് വെളുപ്പിനെ ഇവിടെ ഇരുന്ന് ആലോചിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് എന്നാലും നീ എന്തിനാ കർത്താവ് കെരൂബുകൾ ഇത്ര ബന്ധവസ്ഥാക്കി? അപ്പൊ അവിടെ തന്നെ പറയുന്നുണ്ട്, അവര് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കും എന്ന് കണ്ട്, ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ച് അവർ തന്നെ പോലെ ആയി തീരുമെന്ന് കണ്ട് ദൈവം അവരെ പുറത്താക്കി എന്നാ പറയുന്നത്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ചു നോക്കണം, കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഉറങ്ങുന്നവര് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാലും മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. ചില സ്വപ്നം കണ്ടിട്ട് അതുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കാണുന്നതൊക്കെ. അപ്പോ എന്നതാണ് നടക്കണേ? ഉറക്കം ആണോ? അവരെ പുറത്താക്കിയിട്ട് ദൈവം കാവൽ നിർത്തുക. എന്താ കാരണം എന്നറിയോ? കർത്താവിനറിയാം സാത്താന്റെ അടുത്ത സ്വഭാവം എന്താണ്? കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനും അത്രേ കള്ളൻ. അപ്പൊ പിശാചിന്റെ അടുത്ത സ്വഭാവം എന്താ? ആദ്യം അവൻ അവരെ കൊന്നു, ഇല്ലേ? ഇനി അവൻ രണ്ടാമത് വരുന്നില്ല, അതിനാ അവരെ മോഷ്ടിക്കാൻ പഠിപ്പിക്കും. എടാ, ആ വൃക്ഷത്തിൽ നിന്നുള്ളത് ഞാൻ പറഞ്ഞത് മാറിപ്പോയതാ, മരം മാറിപ്പോയതാ. അപ്പുറത്തെ മരത്തിലാണെങ്കിൽ തോട്ടത്തിന്റെ നടുവിൽ 2 വൃക്ഷം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ വൃക്ഷം മാറിപ്പോയതാ കേട്ടോ, സോറി, ക്ഷമിക്കണം, നിങ്ങൾ ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു. മോഷ്ടിക്കാൻ പറയും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഇവരെ കാവൽ ഏർപ്പെടുത്തി തോട്ടത്തിന് ചുറ്റും കെരൂബുകളെ കാവൽ നിർത്തി. ഇപ്പൊ മനസ്സിലായോ? ഈ പറഞ്ഞു എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പലപ്പോഴും ദേവാലയത്തിലേക്ക് വരുന്നത് മോഷ്ടിക്കാനാണ്. കക്കാമെന്നവിടെ അധികം പറയസല്ലോ. നിങ്ങൾ ആരെങ്കിലും മോഷ്ടിക്കാൻ വന്നാണോ? മോഷ്ടിക്കാൻ വന്നവരാരും അല്ലേ? ഉണ്ടോ? കൃപ
ചെറുപ്പം മോഷ്ടിക്കുകയാണെന്നുണ്ടോ? കള്ളനെ കഞ്ഞി വെച്ചവനാണ്. പ്രിയപ്പെട്ടവരെ, സാത്താൻ നമ്മളോട് പറയും വില കൊടുക്കാതെ സ്വീകരിക്കാം. ഇതിനാണ് മോഷണം എന്ന് പറയുന്നത്. വില കൊടുക്കാതെ എടുക്കുന്നത് എന്താണ്? നമ്മൾ പലപ്പോഴും ദേവാലയത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നത് വില കൊടുക്കാതെയാണ്. ഒരു കലയാണ്. പലരും 2 കൂടി മെഴുകിലേക്ക് കത്തിച്ച്, കർത്താവേ എന്റെ മരിയ മോൾക്ക് നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുത്തേക്കണേ, അല്ലേ? 2 കൂട് മെഴുകുതിരിയില് ഇവിടെ ഈ ആൾക്കാരുടെ അടിയിൽ ഒരു 10-200 പാക്കറ്റ് മെഴുകുതിരി ഇരുന്നുണ്ട്. ഒരു ചേട്ടൻ തന്നെ നിറച്ചു തന്നതാണ്. പക്ഷെ ഒറ്റടിക്ക് തന്നല്ല, പുള്ളി എല്ലാ ആഴ്ച വരുമ്പോൾ ഓരോ പാക്കറ്റ് കൊണ്ടുവരും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിന്റെ കച്ചവടം ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ല, ഞാനിത് ഹോൾസെയിൽ കിട്ടിയപ്പോ വാങ്ങിച്ചതാണ്. അപ്പൊ ഒരു പാക്കറ്റിന് 2 റിയാലേ ആവുമല്ലോ. കടയിൽ പോയി വാങ്ങിച്ച 5 റിയാൽ കൊടുക്കണം. ഹോൾസെയിൽ വാങ്ങിച്ചു വെച്ചിരിക്കുക. ഇതിരി കത്തിക്കാൻ കൊള്ളൂല ഉള്ള കാര്യമാണ്. ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ എന്നിട്ട് ഇവിടെ വരുന്നവർക്കൊക്കെ നേർച്ചയായിട്ട് അങ്ങോട്ട് കൊടുക്കും. അതിന് പലർക്കും കിട്ടി കാണും. എന്നോട് ശരിക്കുക, കണ്ണി തീർക്കണ്ടേ, ഇപ്പോഴും ഇരിപ്പുണ്ട്. ചുളുവിനല്ല, അതായത് ഞാൻ കത്തൂല, ഞാൻ വെളിച്ചം കൊടുക്കൂല, ഞാൻ ഉരുകൂല, എനിക്ക് ഉരുകാനൊന്നും സമയമില്ല, എനിക്ക് വെളിച്ചം കൊടുക്കാൻ പറ്റൂല, ഞാൻ ഇങ്ങനെ കരിഞ്ഞ് ഇരുണ്ട് ഉണങ്ങി ഇങ്ങനെ ഇരിക്കും, എനിക്ക് ഉരുക്കാനൊന്നും പറ്റില്ല. മെഴുകുതിരി എനിക്ക് പകരം 2 റിയാലിന്റെ പാക്കറ്റ് ഹോൾസെയിൽ എല്ലാ ആഴ്ചയിലും ഉരുക്കിക്കോ, കത്തിച്ചോ, മാതാവിന്, ഈശോയ്ക്ക്, ആർക്കാണെന്ന് വെച്ചാൽ കൊടുത്തു. ഇപ്പോഴും ഇരിപ്പുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്ന കാഴ്ചയാണ്. ഞാനിത് തമാശക്ക് പറയുന്നതാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ മനോഭാവമാണ് നമുക്ക് എല്ലാവർക്കും ഇന്ന്. ഒരു പാക്കറ്റ് മെഴുകുതിരി കണ്ട് മനസ്സലിഞ്ഞ് നിന്നെ അനുഗ്രഹിക്കുന്നവനാണ് കർത്താവെന്ന് നീ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, നീ പള്ളി വരാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്, കർത്താവിനും നല്ലത്. കാരണം ഇങ്ങനെയുള്ള ഒരു വിവരദോഷയെ ചുമക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു വിശ്വാസി ഇല്ലാതിരിക്കുന്നതാണ്. എവിടെന്നോ പണ്ടൊക്കെ അന്നൊക്കെ ദാരിദ്ര്യത്തിന്റെ നടുവില്ല. ഓർക്കണം, ഒരു കാലഘട്ടത്തില് ഇല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ഒരു മെഴുകുതിരി എന്ന് പറഞ്ഞാൽ എന്താന്ന്, ഒരു മെഴുകുതിരി കത്തിച്ചാൽ ഒരു മണ്ണെണ്ണ വിളക്ക്, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു ഇല്ലേ, കത്തിച്ചു. അങ്ങനെ എല്ലാ മുറിയിലും കത്തിക്കണോ? തല്ലിയ മെഴുക്, ചാണകം മെഴുകിയ തറയില് പുല്ലുപായിട്ട് ഇല്ലേ, അല്ലെങ്കിൽ എന്താ പറയണ, തഴപ്പായ ഇട്ടിട്ട് കിടന്നുറങ്ങിയവരാണല്ലോ. അട്ടയില്ല, അട്ട, ആ ഓലയുടെ ചൂരിന്ന് താഴോട്ട് വീണൊക്കെ ഓർമ്മയുണ്ട? കഞ്ഞിക്കകത്ത് കുടിച്ചോണ്ടിരിക്കുമ്പോ എന്നിട്ട് എക്സ്ട്രാ അച്ചാറിനൊരു നല്ല ചൂട് കഞ്ഞിയിലേക്ക് വീഴുമ്പോ ചുരുട്ട് കൂടും ഇങ്ങനെ മുകളിൽ നിന്ന് വലിച്ചിരിക്കുന്നുണ്ടോ? കഴിച്ചിട്ടില്ലേ? കടിച്ചു കഴിഞ്ഞപ്പോഴറിയുന്ന, കാരണം മണ്ണെണ്ണയുടെ വെളിച്ചത്തില് ഇത് എന്നാ അച്ചാറാണെന്ന് പറഞ്ഞിട്ടോ കൂട്ടി കഴിക്കണേ. കിട്ടി അട്ട വായിക്കകത്ത് ഊച്ചിയപ്പോഴാണ് അറിയുന്നത് അട്ടയായിരുന്നു. അങ്ങനെ ഒരു അനുഭവം ഉള്ളവർ എത്ര പേരുണ്ടെന്നറിയുന്നത്? ആ കാലഘട്ടത്തില്, ആ സമയത്ത് ഒരു പാക്കറ്റ് മെഴുകുതിരി ദൈവത്തിന്റെ മുമ്പിൽ കത്തിക്കാൻ അവസരം ഉണ്ടായിട്ടും കഴിവുണ്ടായിട്ടൊന്നുമല്ല, ഇല്ലായ്മയിൽ നിന്ന് കൂട്ടിവെച്ച് ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാൻ അന്ന് വല്യമ്മച്ചിമാരും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന് വിലയുണ്ട്. എന്നാൽ ഇന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ അടയിരുന്നിട്ട് ഒരു പാക്കറ്റ് മെഴുകുതിരിയും കൊണ്ട് കർത്താവിന്റെ മുമ്പിൽ പോയി പല്ല് വിളിച്ച് വെളുക്കെ ചിരിച്ച് പ്രാർത്ഥിച്ച ഒരു വെളുത്തച്ഛനും അനുഗ്രഹിക്കത്തില്ല. ഇങ്ങനെ ഒരു തെറ്റായ ബോധ്യം കൊണ്ട് നമ്മൾ നടക്കേണ്ട. ഒരു കാലഘട്ടത്തില് അന്ന് മെഴുകുതിരിക്ക് തമ്പുരാന്റെ മുമ്പിൽ വലിയ വിലയുണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഇല്ലായ്മയിൽ നിന്നും അവൻ മുറുക്കി ഉടുത്തിട്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അവൻ കണ്ടെത്തിയിരുന്ന മാർഗം അതൊക്കെ. അന്ന് അതിന് വിലയുണ്ടായിരുന്നു. ഇന്ന് ലാഘവത്തോടുകൂടെ
ഇന്ന് ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഒരു കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്ത പ്ലേ സ്റ്റേഷൻ, എന്നാണ് പ്ലേ സ്റ്റേഷൻ, എൻ്റെ നമ്പറൊന്നും എനിക്കറിയില്ല, എന്തോ ഒരു നമ്പറൊക്കെ പറഞ്ഞു. എന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സും നൊമ്പരപ്പെട്ടു. എന്താണെന്നറിയോ, കുഞ്ഞുങ്ങള് ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് കഴിവില്ലാണ്ട്, ഒരു ടാബ് ഇല്ലാണ്ട്, ഒരു മൊബൈൽ ഇല്ലാണ്ട്, പഠിക്കാൻ ഒരു കമ്പ്യൂട്ടർ ഇല്ലാണ്ട് അടുത്ത വീട്ടിൽ പോയിരുന്ന് നോട്ട്സ് കുത്തി എഴുതി പഠിക്കും.